ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ലോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുവാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ? ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് വ്ലോഗാണ് കേട്ടോ. ചെറിയൊരു വ്ലോഗാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു നാടൻ കൃഷിഭൂമിയിലൂടെ എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഞാൻ അവിടെ നിന്ന് കുറച്ച് ചേമ്പൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചേമ്പ് വെച്ചിട്ട് ഒരു ചേമ്പ് പുഴുങ്ങിയതും നാടൻ ചമ്മന്തിയും അതാണ് ഉണ്ടാക്കുന്നത്. അതായത് തേങ്ങാ ചമ്മന്തി, ഉണ്ട ചമ്മന്തി ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ വീഡിയോ ഞാൻ ഇട്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ആ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണേ. കാരണം അവിടെ വെച്ച് ഞാൻ പറിച്ചെടുത്ത ചേമ്പാണ് ഇന്ന് ഞാനിപ്പോ ഉപയോഗിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്റെ കൂടെ ആ ഒരു കൃഷിഭൂമിയിൽ ചേമ്പ് പറിക്കുന്നതിലും എല്ലാം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് പറിച്ചെടുത്ത ചേമ്പ് വെച്ചിട്ട് ഒരു ചേമ്പ് പുഴുങ്ങിയതും നാടൻ ചമ്മന്തി ഉണ്ടാക്കിയപ്പോ ഞാൻ വിചാരിച്ചു അത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് ചേമ്പ് പുഴുങ്ങിയതും ചമ്മന്തിയൊക്കെ. എന്നാലും ഞാനിത് എന്റേതായ രീതിയിലുള്ള ഒരു എങ്ങനെ ഉണ്ടാക്കുക അതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ? കാരണം അന്ന് ഞാൻ ആ ഒരു കൃഷിഭൂമിയിലൂടെ പോയപ്പോൾ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് ആ ഒരു ചേമ്പൊക്കെ പറിച്ചത്. കാരണം അതൊരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം പോയതല്ല കേട്ടോ. നമ്മൾക്ക് മനസ്സുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണല്ലോ. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമായിരിക്കും തോന്നുന്നു അല്ലെ? ഒരു കൃഷി സ്ഥലത്തൊക്കെ പോയിട്ട് അതെങ്ങനെ നമ്മളത് പറിക്കുക, അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാവില്ലേ? അപ്പൊ അങ്ങനെ ഞാൻ സ്വയം അത് വളരെയധികം എൻജോയ് ചെയ്തൊരു വീഡിയോ ആണത്. അപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് പോയതല്ല കേട്ടോ. ചെന്നു കണ്ടപ്പോഴത്തേനും വിചാരിച്ചു അത് വീഡിയോ എടുക്കാന്ന്. കാരണം എനിക്കറിയില്ലായിരുന്നു അവിടെ ചേമ്പ് പറിക്കുന്നത്. അവർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അതിന് മുമ്പേ പ്ലാൻ ചെയ്താണ് പോകാന്നുള്ള കാര്യമൊക്കെ. അപ്പൊ അങ്ങനെ പറിച്ചെടുത്ത ചേമ്പാണ്. അപ്പൊ അതുകൊണ്ടൊരു വിഭവം ഉണ്ടാക്കിയപ്പോ വിചാരിച്ചു എല്ലാവർക്കും എന്റെ വീഡിയോ കണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ എന്റെ കൂടെ ചേമ്പ് പറിക്കാനായിട്ടുള്ളപ്പോ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, അപ്പം എല്ലാവർക്കും അത് ഷെയർ ചെയ്യാന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോ ആണിത്. അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു സന്ധ്യാസ് വ്ലോഗ്സിലേക്കും അതേപോലെ തന്നെ നമ്മുടെ ഈ പുതിയൊരു വീഡിയോയിലേക്കും. നമുക്ക് പോയാലോ? ഹലോ ഫ്രണ്ട്സ്, നമ്മളിതേ അപ്പുറത്ത് നമ്മുടെ കൃഷിഭൂമിയിൽ നിന്ന് പറിച്ചു കൊടുന്ന ചേമ്പ് നന്നായിട്ട് കഴുകുവാണ്. കാരണം കുറേ മണ്ണുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ്ലി സിങ്കിലേക്ക് കൊണ്ടിട്ടിട്ട് ഞാൻ പൈപ്പിൽ വെള്ളം തുറന്നിട്ടേക്കുവാണ്. അപ്പോൾ മണ്ണിങ്ങനെ പോകുമല്ലോ. നന്നായിട്ട് മണ്ണ് കളഞ്ഞിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ആക്കാം കേട്ടോ. ഒരു ചരുവത്തിലേക്ക് ആക്കിയിട്ട് കഴുകാം. ഇപ്പോൾ ഇതേ മണ്ണൊക്കെ കളഞ്ഞു. അപ്പോൾ ഞാൻ ചരുവത്തിലിട്ട് കഴുകുവാണ്. ഇപ്പോൾ എനിക്ക് ഇവർ വീഡിയോ എടുത്തു തരാനായിട്ട് ആരും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു കൈ കൊണ്ട് മൊബൈലിൽ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ടാണ് ഞാൻ ചേമ്പ് കഴുകുന്നത്. അപ്പോൾ സൂം ചെയ്ത് പിടിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ചേമ്പിനൊക്കെ ഇത്രയും വലിപ്പം തോന്നിക്കുന്നത്. ചേമ്പ് ശരിക്കും ഇത്രയും ഇല്ല. അതേപോലെ എൻ്റെ കൈയും ഭയങ്കര വലിപ്പം തോന്നിക്കുന്നത് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് കഴുകി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ചിരണ്ടി കളയാം. നന്നായിട്ട് കുതിർത്തിരിക്കണമുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ കത്തി വെച്ച് ഇങ്ങനെ നമുക്ക് അറിയാമല്ലോ ചിരണ്ടി എടുക്കാനുണ്ട്. അപ്പോൾ അതേ ഓരോരോ ചേമ്പിൻ്റെ ആയിട്ട് തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മൊബൈൽ ഇവിടെ സ്റ്റാൻഡിൽ വെച്ചേക്കുവാണേ. ഇതേപോലെ ഇങ്ങനെ ചിരണ്ടി എടുക്കണം കേട്ടോ. അപ്പോൾ അതേ ചിരണ്ടിയൊക്കെ എടുത്ത് കഴിഞ്ഞു. നമ്മുടെ ചേമ്പൊക്കെ നല്ല നീറ്റായി. ഇനി നന്നായിട്ട് ഒന്നുകൂടി കഴുകാം. അതേ കഴുകി നല്ല ഒട്ടും ഒരു തരി പോലും തൊലി ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നഖം വെച്ച് നമുക്ക് ജസ്റ്റ് ചെയ്താലും പല ഒരു കുഞ്ഞി തരി ഇരിക്കണമെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പോയിക്കോളും കേട്ടോ. അപ്പോൾ അതേ വീണ്ടും ഒരു 5-6 പ്രാവശ്യം കഴുകി നല്ല നീറ്റായി കണ്ടോ. ഒരു തുള്ളി പോലെ അഴുക്കില്ല. വെള്ളമൊക്കെ നല്ല പ്യുവറായി അത്രയും. ഇനി നമ്മൾ കുക്കർ എടുത്ത് വെക്കുന്നു. കുക്കറിലേക്ക് ഈ ചേമ്പെടുത്ത് ഇടുവാണ്. കഴുകി വൃത്തിയാക്കിയ ചേമ്പ് അങ്ങോട്ട് ഇടുവാണ്. ഇതൊക്കെ ചെറിയ കറുത്തപ്പാട്, അത് തൊലിയല്ല കേട്ടോ. ഞാൻ നോക്കിയായിരുന്നു. നന്നായിട്ട് ക്ലീനായി വെള്ളം. എന്നിട്ടാണ് നമ്മൾ കുക്കറിലേക്ക് മാറ്റിയത്. എന്നിട്ട് ഈ ചേമ്പ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാവേ. ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഈ വലിപ്പത്തിൽ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. 2 വിസിലാകുമ്പോൾ തന്നെ വെന്ത് കിട്ടും. 2 വിസിൽ കേട്ട് കഴിയുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിടുക. എന്നിട്ട് ഈ പറഞ്ഞ കംപ്ലീറ്റ് ആവിയും പോയ ശേഷം മാത്രം തുറക്കണം. അപ്പോഴത്തേനും ചേമ്പ് തന്നെ പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. നമ്മൾ ചമ്മന്തിക്ക് തേങ്ങ ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരിത്തിരി മുളക് പൊടി കേട്ടോ, കുറച്ച് കേട്ടോ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇത്തിരി വാളംപുളി, കറിവേപ്പില, ചുമന്നുള്ളി, ഇഞ്ചി, പിന്നെ ഞാനൊരു 4 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഇതൊരു തേങ്ങയുടെ പകുതിയാണ് എടുത്തേക്കണേ കേട്ടോ. നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്താൽ മതി. അരച്ച് പേസ്റ്റ് ആവരുതേ. പുളിയൊക്കെ ഒരു ഇത്തിരി എടുത്തിട്ടുള്ളൂ കേട്ടോ. ചെറിയൊരു വലിപ്പത്തിൽ പുളി എടുത്തിട്ടേ ഉള്ളൂ. മുളക് പൊടിയാണെങ്കിൽ ഞാൻ വളരെ കുറച്ചൊരു കളറിന് വേണ്ടി മാത്രം കാശ്മീരി മുളക് പൊടി എടുത്തേക്കണം കേട്ടോ. കാരണം നമുക്ക് ഓൾറെഡി കാന്താരി മുളകിൻ്റെ എരിവ് ഇതിനുണ്ട്. അപ്പോൾ നമുക്കിത് മിക്സിയിലേക്ക് മാറ്റാം. നമ്മളിത് മിക്സിയുടെ ബൗളിലേക്ക് മാറ്റുവാണേ. നമ്മൾ ഇഞ്ചിയൊക്കെ ചെറിയൊരു കഷ്ണം എടുത്തേക്കണം കേട്ടോ. കണ്ടല്ലാണ് ഇഞ്ചി ചെറിയ കഷ്ണമാണ്. ഇത് ഗ്രൈൻഡ് ചെയ്ത് വന്നു. ഇതുപോലെ ഈ ഒരു കളർ കിട്ടും കേട്ടോ. മഞ്ഞയല്ല, ചുവപ്പല്ല, ഓറഞ്ച്, ഒരു പ്രത്യേക ഒരു കളറാണ്. കാരണം നമ്മൾ ലേശം കാശ്മീരി മുളക് പൊടി ചേർത്തല്ലോ, വളരെ കുറച്ചാണ് ചേർത്തേക്കണത്. അപ്പോൾ ഈ ഒരു കളർ കിട്ടി. അപ്പോൾ ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു ഗാർണിഷിങ്ങിന് ഒരു കറിവേപ്പിലയും വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കറിവേപ്പില ഇട്ടാണ് അരച്ചത് ഈ ചമ്മന്തി. എന്നാലും
ഒരു ഭംഗിക്ക് വെച്ച് ആ സമയം കൊണ്ട് നമ്മുടെ ചേമ്പ് വെന്ത് കഴിഞ്ഞു. കുക്കറിൽ ചേമ്പിട്ടിട്ട് 2 വിസിലാണ് കേൾപ്പിക്കേണ്ടത് കേട്ടോ. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. മൊത്തം ആവിയും പോയി കഴിഞ്ഞാൽ തുറക്കുമ്പോൾ ചേമ്പ് റെഡി ആയിരിക്കും. കുറച്ച് ഉപ്പ് കൂടി ഇട്ടു. ഇനി ഒന്ന് തിളപ്പിക്കണം കേട്ടോ. ഉപ്പിട്ട ശേഷം നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. ഗ്യാസ് കത്തിച്ച് തിളപ്പിക്കുകയാണ്. തിളപ്പിച്ച് കഴിഞ്ഞു 2 മിനിറ്റ്. അത് കഴിയുമ്പോൾ നമ്മുടെ ഈ അരിയൊക്കെ വാർക്കുന്ന സ്ട്രെയിനർ ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഈ ചേമ്പ് വെള്ളത്തോടു കൂടി ഒഴിച്ചാൽ മതി. ആ ആവി അങ്ങോട്ട് പോയി ഇത് നല്ല കറക്റ്റായിട്ടിരിക്കും. നമ്മുടെ പ്രസ്റ്റീജിൻ്റെ കുക്കറൊക്കെ ആണെങ്കിലേ പെട്ടെന്ന് നമുക്ക് കമത്തിയാൽ മതി, വെള്ളം പൊക്കോളും. പക്ഷേ ഹോക്കിൻസ് ആകുമ്പോൾ നമുക്ക് ഇതുപോലെ സ്ട്രെയിനറിലേക്ക് മാറ്റണം. അപ്പോൾ ഞെക്കി നോക്കുമ്പോൾ നല്ല കറക്റ്റ് വേവാണ്. ഒരു പാത്രത്തിലേക്ക് മാറ്റി നമ്മുടെ നാടൻ ചമ്മന്തിയും കൂടി അപ്പോൾ അതും ആ പ്ലേറ്റിലേക്ക് വെച്ചു. എങ്ങനെയാണ്? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലെ? നാടൻ ചേമ്പ് പുഴുങ്ങിയതും അതുപോലെ നാടൻ കട്ട ചമ്മന്തിയും പിന്നെ തേങ്ങാ ചമ്മന്തി നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. അത് പ്രത്യേകിച്ചും ഈ ചേമ്പ് പുഴുങ്ങിയതൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര നല്ലതാട്ടോ ആരോഗ്യത്തിന്, നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതാണ്. കാരണം ആന്റി ഓക്സിഡൻസ് ആണ് അതിന് മുഴുവനും ഉള്ളത്. അപ്പൊ ആഴ്ച ഒരു ദിവസമെങ്കിലും, മാക്സിമം പറ്റുമെങ്കിൽ 3 ദിവസമൊക്കെ കൂടുമ്പോൾ ഈ ചേമ്പ് അതുപോലെ കപ്പ ഇങ്ങനെയുള്ള ഈ മണ്ണിനടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാക്കണത് ഏറ്റവും നല്ലതാണ്. ഇനി 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ പറ്റിയില്ലെങ്കിലും ആഴ്ച ഒരു ദിവസമെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ഡയറ്റിന്റെ ഭാഗമായിട്ട് അത് ഒരു പ്രാവശ്യമെങ്കിലും ആക്കണം കേട്ടോ. അത് ഭയങ്കര ഗുണം ചെയ്യും. കാരണം ഈ മണ്ണിനടിയിൽ വിളയുന്നതിന് ഒരു പ്രത്യേക ഗുണമുണ്ടല്ലോ അപ്പോൾ. അപ്പൊ അതൊക്കെ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു ഇല്ലേ? അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനൊക്കെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ വാല്യുബിൾ കമന്റ്സ് അയക്കാനും മറക്കരുത് കേട്ടോ. ഇപ്പോ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കാരണം എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നതിന് ഒരുപാട് താങ്ക്സ്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ പുതിയ യൂട്യൂബ് ചാനൽ അത് ഞാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 2.5 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ വെൽക്കം ടു സന്ധ്യാസ് വ്ലോഗ്സ്. ഒരുപാട് സന്തോഷം കേട്ടോ. ഇങ്ങനെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും വരുമ്പോൾ നമുക്ക് ആ വീഡിയോ ഇടുന്നതിന്റെ വ്യക്തിയെ സംബന്ധിച്ചുള്ള ഭയങ്കര സന്തോഷമാണ്. നമ്മൾ അതിന്റെ എഫേർട്ട് എടുത്തതിന്റെ ഒരു ഫലമാണല്ലോ അത്. അപ്പൊ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി എന്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ സന്ധ്യാസ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. ബൈ ബൈ.